ഹായ് ഹലോ വെൽക്കം ടു എറ്റ് അനദർ വീഡിയോ. HSA ഇംഗ്ലീഷ് സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ പ്രധാനപ്പെട്ട 3 കോൺസെപ്റ്റ്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആൻഡ് തിയേറ്റർ ഓഫ് അബ്സർഡ്. ഈ ആശയങ്ങളെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് മലയാളത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളൊക്കെ അത് ഇംഗ്ലീഷിലല്ലേ പഠിച്ചിരിക്കുന്നത്, അപ്പം മലയാളത്തിൽ അത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായും കാണുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എന്താണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി? പ്രമുഖ കവിയും നിരൂപകനുമായ TS എലിയട്ട് തൻ്റെ ദി മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന എസ്സേയിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ എസ്സേ പബ്ലിഷ് ചെയ്തത് 1921 ഇംഗ്ലീഷ് കവിതയ്ക്ക് 17-ാം നൂറ്റാണ്ടോടെ സംഭവിച്ച ഒരു മാറ്റത്തെ വിശദീകരിക്കാനാണ് അദ്ദേഹം ഈ പദം, അതായത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന ടേം ഉപയോഗിച്ചത്. ലളിതമായി പറഞ്ഞാൽ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നാൽ ചിന്തയും വികാരവും തമ്മിലുള്ള വേർപാട് എന്നാണ്. സെപ്പറേഷൻ ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഫീലിംഗ്. TS എലിയട്ടിന്റെ അഭിപ്രായത്തിൽ മെറ്റഫിസിക്കൽ കവികൾ, മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന് അറിയപ്പെടുന്ന 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ കവികൾക്ക്, ഉദാഹരണത്തിന് ജോൺ ഡൺ, ചിന്തകളെയും, ഇത്തരം കവികൾക്ക് അതായത് മെറ്റഫിസിക്കൽ പോയറ്റ്സിന് ചിന്തകളെയും വികാരങ്ങളെയും ഒരേ സമയം യൂണിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നു, സംയോജിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് ഒരു ആശയത്തെ ഒരു റോസാപ്പൂവിന്റെ ഗന്ധം അനുഭവിക്കുന്നത് പോലെ നേരിട്ട്, അതായത് വികാരപരമായി ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു. അവരുടെ കവിതകളിൽ ബുദ്ധിപരമായ കാര്യങ്ങളും വൈകാരികമായ അനുഭവങ്ങളും തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. ചിന്തകളെ അവർ വികാരങ്ങളായി തന്നെ അവതരിപ്പിച്ചു. എന്നാൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും അതിനുശേഷവും ഈ ഐക്യം, യൂണിറ്റി ഓഫ് സെൻസിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് TS എലിയട്ട് വാദിക്കുന്നത്. കവികൾക്ക് ചിന്തകളെയും വികാരങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാതെയായി. അവരുടെ കവിതകളിൽ ബുദ്ധിപരമായ ആശയങ്ങളും വൈകാരികമായ അനുഭവങ്ങളും തമ്മിൽ ഒരു ഡിസോസിയേഷൻ, ഒരു സെപ്പറേഷൻ സംഭവിച്ചു. ഇത് കവിതയുടെ ആഴത്തെയും അതിൻ്റെ സങ്കീർണതയെയും ഇല്ലാതാക്കി എന്നാണ് TS എലിയട്ട് വിശ്വസിച്ചത്. ഇനി ഒരു ഉദാഹരണം. ഒരു മെറ്റാഫിസിക്കൽ കവിക്ക് ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്ത അവനിൽ വളരെ തീവ്രമായ ഒരു വികാരവും ഉണർത്തുന്നു. ചിന്തയും വികാരവും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി മെറ്റാഫിസിക്കൽ കവിക്ക് ഡിസോസിയേഷൻ സംഭവിച്ചതിന് ശേഷം, സംഭവിക്കുന്നതിന് മുമ്പാണ് ഇപ്പോൾ പറഞ്ഞത്, അതിനുശേഷം എന്താണ് മാറ്റം? ഒരു ആശയത്തെക്കുറിച്ച് മെറ്റാഫിസിക്കൽ പോയിട്ട് ചിന്തിക്കുമ്പോൾ അത് വെറും ബുദ്ധിപരമായ ഒരു പ്രക്രിയയായി മാറുന്നു. അവിടെ വൈകാരികമായ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതാണ് ഡിഫറൻസ്. അതുകൊണ്ട് TS എലിയട്ട് തൻ്റെ വിമർശനത്തിലൂടെ ആധുനിക കവികൾ ഈ നഷ്ടപ്പെട്ട യൂണിറ്റി തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവർക്ക് തങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും വീണ്ടും ഒന്നിപ്പിക്കാൻ കഴിയണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇൻ ഷോർട്ട്, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നത് കവിതയിൽ ബുദ്ധിപരമായ ധാരണകളും വൈകാരികമായ അനുഭവങ്ങളും തമ്മിൽ സംഭവിച്ച ഒരു ഡിസോസിയേഷനെ സൂചിപ്പിക്കുന്ന നിരൂപണപരമായ ഒരു ആശയമാണ്. കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്നത് ബെൻ ജോൺസൺ എന്ന പ്രശസ്ത ഇംഗ്ലീഷ് നാടകകൃത്ത് വികസിപ്പിച്ചെടുത്ത ഒരു തരം ഹാസ്യ നാടക ശൈലിയാണ്. മനുഷ്യ സ്വഭാവത്തിന്റെ വിവിധ ഭാവങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കാൻ ഇത് സഹായകമാകുന്നു. പുരാതന ഗ്രീക്ക്, റോമൻ വൈദ്യശാസ്ത്രത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന 4 ദ്രാവകങ്ങൾ എന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ജോൺസൺ ഈ ശൈലിക്ക് രൂപം നൽകിയത്. രക്തം, കഫം, മഞ്ഞപ്പിത്തം, വിഷാദം എന്നിവയാണ് ഈ 4 ദ്രാവകങ്ങൾ. അതായത് ബ്ലഡ്, ഫ്ലെം, കോളർ ഓർ യെല്ലോ ബൈൽ, വിഷാദം,
മെലൻകളി ഓർ ബ്ലാക്ക് ബൈൽ എന്നിവയാണ് ഈ 4 ദ്രാവകങ്ങൾ. ഈ ദ്രാവകങ്ങളുടെ ശരീരത്തിലെ അളവിലെ ഏറ്റക്കുറച്ചിലുകൾ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെയും സ്വഭാവ സവിശേഷതകളെയും സ്വാധീനിക്കുന്നുവെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ജോൺസന്റെ കോമഡി ഓഫ് ഹ്യൂമേഴ്സിൽ ഓരോ പ്രധാന കഥാപാത്രത്തിൻ്റെയും സ്വഭാവം ഈ 4 ദ്രാവകങ്ങളിൽ ഒന്നിൻ്റെ ആധിപത്യത്താൽ നിർവചിക്കപ്പെടുന്നു. ഈ ആധിപത്യം കഥാപാത്രങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രകടമാവുകയും ഹാസ്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇനി കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് ഈ ശൈലി കൂടുതൽ ക്ലിയർ ആക്കാം. അമിത രക്തമുള്ളവർ, സാൻഗ്വിൻ. ഇക്കൂട്ടർ പൊതുവെ സന്തോഷവാന്മാരും ഊർജ്ജസ്വലരും ശുഭാപ്തി വിശ്വാസവുമുള്ളവരുമായിരിക്കും. എന്നാൽ ചിലപ്പോൾ ഇവർക്ക് സ്ഥിരത കുറഞ്ഞ സ്വഭാവങ്ങളും കാണിക്കാൻ സാധിക്കും. ബെൻ ജോൺസന്റെ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്ന നാടകത്തിലെ ചില കഥാപാത്രങ്ങൾ ഈ സ്വഭാവം കാണിക്കുന്നു. ഇവർ സാഹസികത ഇഷ്ടപ്പെടുന്നവരും എളുപ്പത്തിൽ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരിക്കും. ഇനി കഫപ്രധാനികൾ, ഫ്ലഗ്മാറ്റിക്. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ശാന്തരും വികാരരഹിതരും സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും. ഇവർക്ക് മടിയും ഉദാസീനതയും കൂടുതലായി കാണപ്പെടാം. തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് കൂടുതൽ സമയമെടുത്തേക്കാം. നാടകങ്ങളിൽ ഇവരെ പലപ്പോഴും നിഷ്ക്രിയരും എന്നാൽ വിവേകശാലികളുമായി ചിത്രീകരിക്കുന്നു. ഇനി അടുത്തത് കോളറിക്. ദേഷ്യം, പിടിവാശി, ആക്രമണോത്സുകത എന്നിവയാണ് ഇവരുടെ പ്രധാന സവിശേഷതകൾ. ഇവർ വേഗത്തിൽ പ്രതികരിക്കുന്നവരും ഭരിത പ്രകൃതമുള്ളവരുമായിരിക്കും. ബെൻ ജോൺസന്റെ നാടകങ്ങളിൽ ഇത്തരം കഥാപാത്രങ്ങൾ പലപ്പോഴും തങ്ങളുടെ ദേഷ്യം കാരണം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതായി കാണാം. ഉദാഹരണത്തിന്, തങ്ങളുടെ ദേഷ്യം കാരണം മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കുന്നതും തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതും ഇവരുടെ സ്വഭാവമാണ്. ഇനി അടുത്തത് വിഷാദ സ്വഭാവക്കാർ, അതായത് മെലൻകോളിക്. ദുഃഖം, വിഷാദം, അന്തർമുഖത്വം, ചിന്താശേഷി എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഇവർ പലപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ലോകത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നവരുമായിരിക്കും. നാടകങ്ങളിൽ ഇവരെ പലപ്പോഴും തത്വചിന്തകരായോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നവരായോ അവതരിപ്പിക്കാം. ഇംഗ്ലീഷ് റെസ്റ്റോറേഷൻ പീരീഡിലെ മറ്റ് നാടകകൃത്തുക്കളും കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന ശൈലി ഉപയോഗിച്ചിരുന്നു. ഇത് അന്നത്തെ സമൂഹത്തിലെ വിവിധ തരം വ്യക്തികളെയും അവരുടെ പെരുമാറ്റ രീതികളെയും ഹാസ്യത്തിലൂടെ വരച്ചു കാട്ടാൻ സഹായിച്ചു. വ്യക്തിപരമായ ഈ സവിശേഷതകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മനുഷ്യ സ്വഭാവത്തിന്റെ സങ്കീർണതകളെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ ബെൻ ജോൺസന്റെ ഈ സിദ്ധാന്തം സഹായിച്ചു. കാലങ്ങൾക്കിപ്പുറവും ഈ ശൈലി നാടകങ്ങളിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തുന്നു എന്നത് ഇതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. തിയേറ്റർ ഓഫ് അബ്സേർഡ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, പ്രത്യേകിച്ച് 2-ാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്പിൽ രൂപപ്പെട്ട ഒരു നാടക ശൈലിയാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ്. യുദ്ധത്തിന്റെ ഭീകരതകളും അതിനുശേഷമുള്ള ലോകത്തിലെ അനിശ്ചിതത്വങ്ങളും മനുഷ്യരാശിയിൽ സൃഷ്ടിച്ച നിലനിൽപ്പിന്റെ അർത്ഥമില്ലായ്മ, അതായത് അബ്സർഡിറ്റി ഓഫ് എക്സിസ്റ്റൻസ് എന്ന ആശയത്തെ ഈ നാടകങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ജീവിതത്തിന് ഒരു യുക്തിസഹമായ അർത്ഥമില്ലെന്നും മനുഷ്യൻ ഒറ്റപ്പെട്ടവനാണെന്നും അവന്റെ ആശയവിനിമയങ്ങൾക്ക് പരിമിതികളുണ്ടെന്നും ഈ ശൈലിയിലുള്ള നാടകങ്ങൾ എടുത്തു കാണിക്കുന്നു. സാമ്പ്രദായിക നാടക ഘടനകളെയും കഥാസന്ദർഭങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് രൂപപ്പെട്ടത്. ഈ നാടകങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നോൺ സെൻസിക്കൽ ഡയലോഗ്, അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾ. കഥാപാത്രങ്ങൾ പലപ്പോഴും അർത്ഥമില്ലാത്തതോ പരസ്പര ബന്ധമില്ലാത്തതോ ആയ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഇത് ആശയവിനിമയത്തിന്റെ പരാജയത്തെയും മനുഷ്യന്റെ ഒറ്റപ്പെടലിനെയും സൂചിപ്പിക്കുന്നു. സംഭാഷണങ്ങൾ പലപ്പോഴും ആവർത്തന സ്വഭാവമുള്ളതായിരിക്കും. അടുത്തത് ഇല്ലോജിക്കൽ സിറ്റുവേഷൻസ്, യുക്തിരഹിതമായ സാഹചര്യങ്ങൾ. നാടകത്തിലെ സംഭവങ്ങൾ യാഥാർത്ഥ്യബോധമില്ലാത്തതും യുക്തിക്ക് നിരക്കാത്തതുമായിരിക്കും. സമയം, സ്ഥലം, കഥാപാത്രങ്ങൾ എന്നിവയ്ക്ക് വ്യക്തമായ നിർവചനങ്ങൾ ഉണ്ടാകില്ല. ഇത് ജീവിതത്തിലെ അനിശ്ചിതത്വത്തെയും അപ്രതീക്ഷിതത്വങ്ങളെയും എടുത്തു കാണിക്കുന്നു. അടുത്തത് സർക്കുലർ സ്ട്രക്ചർ,
പല നാടകങ്ങൾക്കും ഒരു തുടക്കവും ഒടുക്കവും ഉണ്ടാകില്ല. കഥാപാത്രങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും വീണ്ടും അതേ സാഹചര്യത്തിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ലക്ഷ്യമില്ലായ്മയെയും നിസ്സഹായതയെയും സൂചിപ്പിക്കുന്നു. അടുത്ത സവിശേഷത എക്സിസ്റ്റൻഷ്യൽ ആംഗ്വിഷ്, നിലനിൽപ്പിന്റെ ഉത്കണ്ഠ. മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മ, മരണഭയം, ഒറ്റപ്പെടൽ തുടങ്ങിയ വിഷയങ്ങൾ ഈ നാടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. കഥാപാത്രങ്ങൾക്ക് പലപ്പോഴും തങ്ങളുടെ നിലനിൽപ്പിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായിരിക്കും. അടുത്തത് കോമിക് ട്രാജിക് ഘടകങ്ങളുടെ മിശ്രണം, മിക്സ്ചർ ഓഫ് കോമിക് ആൻഡ് ട്രാജിക് എലമെന്റ്സ്. ഈ നാടകങ്ങൾ പലപ്പോഴും ചിരിപ്പിക്കുകയും അതേസമയം ജീവിതത്തിന്റെ ദുരന്ത വശങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ഹാസ്യവും ദുരന്തവും ഒരുമിച്ച് അവതരിപ്പിച്ച് അസ്തിത്വപരമായ അർത്ഥമില്ലായ്മയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോ ആണ് തിയേറ്റർ ഓഫ് അബ്സേർഡിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. രണ്ട് കഥാപാത്രങ്ങൾ വ്ളാഡിമിറും എസ്ട്രഗനും ഗോദോ എന്നൊരു വ്യക്തിയെ കാത്തിരിക്കുന്നു. എന്നാൽ ഗോദോ ഒരിക്കലും വരുന്നില്ല. എന്തിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അത് മനുഷ്യ ജീവിതത്തിലെ അർത്ഥമില്ലാത്ത കാത്തിരിപ്പിനെയും പ്രതീക്ഷകളെയും പ്രതീകവൽക്കരിക്കുന്നു. നാടകം ഒരു സർക്കുലർ സ്ട്രക്ചറിൽ ആണ് നടക്കുന്നത്, അതായത് അവർ കാത്തിരിപ്പ് തുടരുന്നു. യൂജൻ അയനോസ്കോയുടെ ദി ചെയേഴ്സ്, വൃദ്ധരായ ഒരു ദമ്പതികൾ അനേകം കസേരകൾ ഒരു ഹാളിൽ നിരത്തിയിടുകയും അവർക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യരായ അതിഥികളുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അവസാനം ലോകത്തിന് ഒരു സന്ദേശം നൽകാൻ ഒരു ഒറേറ്ററെ ചുമതലപ്പെടുത്തുന്നുണ്ടെങ്കിലും അയാൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആശയവിനിമയത്തിന്റെ പരാജയത്തെയും മനുഷ്യന്റെ ഒറ്റപ്പെടലിനെയും ഇത് വ്യക്തമാക്കുന്നു. അടുത്ത ഉദാഹരണം ഹാരോൾഡ് പിന്ററുടെ ദി ബർത്ത്ഡേ പാർട്ടി. ഈ നാടകം ഭീഷണമായ സാഹചര്യങ്ങളെയും അർത്ഥമില്ലാത്ത സംഭാഷണങ്ങളെയും ഉപയോഗിച്ച് മനുഷ്യന്റെ സുരക്ഷാബോധത്തിന്റെ തകർച്ചയെ ചിത്രീകരിക്കുന്നു. കഥാപാത്രങ്ങൾക്കിടയിലെ ശക്തിയുടെ ഏറ്റക്കുറച്ചിലുകളും ആശയവിനിമയത്തിലെ വിള്ളലുകളും ഇതിൽ പ്രധാനമാണ്. തിയേറ്റർ ഓഫ് അബ്സേർഡ് മനുഷ്യന്റെ അവസ്ഥയെയും നിലനിൽപ്പിന്റെ അർത്ഥമില്ലായ്മയെയും ധൈര്യപൂർവ്വം നേരിടാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു. ഇത് കേവലം വിനോദത്തിനുമപ്പുറം ആഴത്തിലുള്ള തത്വചിന്താപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ നാടക ശൈലിയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് കൂടി ചെയ്യുക. താങ്ക്